ഞങ്ങൾ ഈ ടാറ്റു അടിക്കാനായിട്ട് ഒരു ഏകദേശം കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇവനും അടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വെറുതെ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇത് ടാറ്റു മാത്രമല്ലോ, പൈസയും നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നോക്കണമല്ലോ. അപ്പം അങ്ങനെ കുറേ നാൾ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഞാൻ എല്ലാവർക്കും ഈ നമ്മുടെ ഡിസൈൻ നോക്കിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും റിപ്ലൈ വന്നു. എല്ലാവരും നല്ല പ്രൈസാണ് പറഞ്ഞത്. നല്ല പ്രൈസാണ്, ഹൈ പ്രൈസാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ ചാപ്പയുടെ പേജിൽ ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പോൾ ഇവിടുത്തെ മാനേജർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. അവിടെയാണ് ഈ ടാറ്റുവിൻ്റെ വഴിത്തിരിവുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞു, നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 100 ഡേയ്സിൻ്റെ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവന് പിന്നെ ഡിസൈൻ ഏതാണെന്നുള്ളത് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ജസ്റ്റ് ബുദ്ധയുടെ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഞങ്ങൾ അതാദ്യം പറയേണ്ടതായിരുന്നു. ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല, ഞങ്ങൾ യുഎയിലാണ്. യുഎയിൽ വർക്ക് ചെയ്യാണ്, രണ്ടിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളത് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും വരാൻ പറ്റില്ല, നമ്മൾ വരുന്ന സമയത്ത് ഈ ഓഫറിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സമ്മതിച്ചു, ചെയ്യാം, നമുക്ക് തന്നെ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആള് എന്തോ ലീവിന് പോയിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് ഓക്കെ പറഞ്ഞു, നമുക്ക് അത് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു തന്നു. അത് അത്ര അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഫോട്ടോ ഇതല്ലായിരുന്നേ. അപ്പോൾ ആള് അത് കുറച്ച് പഴയതാണ്, കുറേ പേര് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ വേറെ ഫോട്ടോസൊക്കെ നോക്കി റെഫർ ചെയ്തിട്ട് ചെയ്തു തന്നതാണ്. അപ്പോൾ എനിക്ക് അതിനേക്കാളും കൂടി ഇഷ്ടമായതാണ്. അപ്പോൾ അത് അത്രയും സെറ്റായിട്ട് ചെയ്തു. അതുതന്നെ ഇവന്റെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പറയേണ്ട കാര്യം. നമുക്ക് ഇങ്ങനെ കാണുമ്പോ ചിലപ്പോൾ കാണില്ലായിരിക്കും, പുറത്തുനിന്നുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണുമ്പോൾ നമുക്ക് അത് ശരിക്കും മനസ്സിലാവും. അത്രയും അടിപൊളിയാണ്, അത്ര അടിപൊളി. ഇവനും ഇത്രയും വെറുതെ ചെയ്യാനായിട്ട് അതിനിപ്പോ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഇതിന് വേദന എടുക്കുമോ എന്നുള്ള ഒരു നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ അവൻ ചെറുത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വല്ല ചെറിയ ബുദ്ധിയോ അല്ലെങ്കിൽ ചെറിയ സ്റ്റീവന്റെ ഫേസ് മാത്രം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവനെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത് ചോദിക്കുമ്പോഴാണ്. അവന് വേണ്ട കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി ചെയ്തു തരാന്ന് പറഞ്ഞ്, ഇതിന് കുറെ പേര് വലുതാണ് അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അവൻ ഞാൻ ഇന്നലെ അടിച്ചു, ഇന്ന് വേണ്ടി ആയിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി ഭയങ്കര കൺഫ്യൂഷൻ, ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഏതടിക്കണേ അടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള, ഏതടിക്കണേന്ന് അറിയില്ല, ഇപ്പൊ അടിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ആള് സെറ്റാക്കി തരുമെന്ന് പറഞ്ഞ് കാലത്ത് വന്ന് ആള് ഒപ്പിരുന്ന് സെറ്റാക്കി കൊടുത്താണിത്. എനിക്ക് എന്നേക്കാൾ ഇഷ്ടമായത് എന്റെ അത് ഞാൻ അത് കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ഇത് കണ്ടില്ല. പക്ഷെ അതിന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് വേണം. അതുകൊണ്ടാണ് പിന്നെ ആളും പറഞ്ഞോട് വേറെ ചെയ്യാന്ന്. പക്ഷെ എനിക്ക് ഇത് വേണമെന്ന് അത്രയും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധരിക്കും. പക്ഷെ നമ്മുടെ ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ്, അത് ചെയ്യാത്തതാണ്. ശരിക്കും നമുക്ക് നോക്കിയിരിക്കാം. ഇങ്ങനെ നമുക്ക് വേറെ ആൾക്ക് നോക്കുമ്പോൾ അത് കാണാം, സ്വന്തം കൈമത്തെ ഇത്രയും ഇത് തോന്നില്ല. പക്ഷെ നമ്മളൊരു പുറത്തുനിന്നൊരാൾ കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിങ്ങും ഫിനിഷിംഗ് ആണ്, അതിലൊന്നും പറയാല്ലേ.